അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു മക്കാമിനെ സംബന്ധിച്ചാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആ മക്കാമിലേക്ക് പോയവരും അല്ലാത്തവരും ഉണ്ടാകാം. ശ്വാസമുട്ട് രോഗത്തിന് പരിഹാരമായി ഷിഫാ ലഭിക്കുന്ന ഒരു മക്കാമാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന പ്രായമെത്തിയ ശ്വാസമുട്ട് രോഗികൾക്ക് വരെ ആ മഹാന്മാരുടെ ചാരത്തേക്ക് നേർച്ച ചെയ്ത് ആ നേർച്ച സമർപ്പിക്കലോടുകൂടെ ശ്വാസമുട്ട് രോഗം പരിപൂർണമായി മാറിക്കിട്ടിയ പതിനായിരങ്ങളുടെ അനുഭവങ്ങൾ പറയുന്ന ഒരു മക്കാമിനെ സംബന്ധിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നാടൻ കോഴിയും പത്തിരും ചുട്ട് കൊണ്ടുപോയി ദിക്ർ കഴിക്കുക എന്നതാണ് ഈ മക്കാമിൻ്റെ പ്രത്യേകത. ആ മക്കാമിൽ 5 വർഷം മുദരിസ ഈ ദർസ് നടത്തിയ സമയത്തുണ്ടായ അനുഭവങ്ങളെ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാസർഗോഡിൽ നിന്ന് ചെർക്കളം മുള്ളേരിയം വഴി കർണാടകയിലെ സുല്യ റോഡിൽ സഞ്ചരിച്ചാൽ കർണാടകം അതിര് കടന്നാൽ ഉടൻ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മാപ്പിളടക്കം. ശാന്തമായ അന്തരീക്ഷത്തിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മക്കാമിലേക്ക് ദിനം വരുന്ന വിശ്വാസികൾക്ക് എണ്ണമില്ല. മക്കാമും ദർസ് ബിൽഡിങ്ങും പള്ളിയും സ്ഥിതി ചെയ്യുന്ന മാപ്പിളടക്കയിൽ ഇന്ന് ഹാഫിദ് അബ്ദുസ്സലാം ചെന്നാർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വലിയ വിശാലമായ ദർസുകൾ പ്രവർത്തിച്ചു വരുന്നു. മാപ്പിളടക്കം മഹാന്മാരുടെ ചാരത്തേക്ക് വരുന്നവർക്ക് മതമില്ല. എണ്ണമറ്റ സംഖ്യയിൽ വിശ്വാസികൾ വരുന്നതുപോലെ തന്നെ അവിശ്വാസികളും വന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഈ മഹാന്മാരിലൂടെ പരിഹാരം കാണുന്നത് നിരന്തരമാണ്. പ്രത്യേകിച്ച് ശ്വാസമുട്ട് രോഗികൾ, ശ്വാസ തടസ്സമുള്ളവർ ഈ മഹാന്മാരുടെ ചാരത്തിലേക്ക് ദിക്ർ നേർച്ചയാക്കി അത് ദിക്ർ വന്ന് സമർപ്പിക്കലോടുകൂടെ രോഗം മാറിക്കിട്ടിയ നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് തന്നെ പറയാനുണ്ട്. ഡോക്ടർമാർ പോലും ഒഴിവാക്കിയ ശ്വാസമുട്ട് രോഗികൾ, നേർക്ക് നടക്കാൻ പറ്റാത്ത രോഗികളെ ചുമന്നുകൊണ്ടുവന്ന് ആ മഹാന്മാരുടെ ചാരത്ത് കിടത്തി അവിടെ ദിക്ർ കഴിച്ചപ്പോഴേക്ക് രോഗങ്ങൾ മാറിപ്പോയ ഒരുപാട് സംഭവങ്ങൾ നേരെ കണ്ടവനാണ് ഞാൻ. ശ്വാസമുട്ട് രോഗം മാത്രമല്ല, മറ്റുള്ള എല്ലാ രോഗങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാപ്പിളടക്ക മഹാന്മാരുടെ ചാരത്ത് ദിക്ർ കഴിക്കുക എന്നുള്ളത് പതിവാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും ഈ നേർച്ച നടക്കാറുണ്ട്. കുട്ടികളുടെ ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവുക, ഹാർട്ടിൽ ഓൾസ് ഉണ്ടാവുക, അതുപോലെ അനുസരണയില്ലാത്ത കുട്ടികൾ, വാശിയുള്ള കുട്ടികൾ, അങ്ങനെ തുടങ്ങിയ കുട്ടികളിലുള്ള രോഗങ്ങൾക്ക് നിരന്തരമായി മൂത്രമൊഴിക്കുന്ന കുട്ടികൾ, അങ്ങനെ തുടങ്ങിയ രോഗങ്ങൾക്ക് ഈ മഹാന്മാരുടെ ചാരത്തേക്ക് ദിക്ർ നേർച്ചയാക്കിയതിൻ്റെ ഫലമായി ഒരുപാട് രോഗങ്ങൾ മാറിക്കിട്ടിയ സംഭവങ്ങളും അനുഭവങ്ങളും നമ്മൾക്കുണ്ട്. നമ്മളൊക്കെ മഹാന്മാരുടെ ചാരത്തേക്ക് ദിക്ർ കഴിക്കാമെന്ന് നേർച്ചയാക്കിയാൽ ആ നേർച്ച സമർപ്പിക്കേണ്ട രൂപം ഇങ്ങനെയാണ്. നല്ലൊരു നാടൻ കോഴി, ആ നാടൻ കോഴി അറുത്ത് കറി വെച്ച് പാകപ്പെടുത്തി 11 കുറയാത്ത പത്തിരികൾ ചുട്ടുകൊണ്ടുവന്ന് ആ മഹാന്മാരുടെ ചാരത്ത് സമർപ്പിച്ച് അവിടെ 11 രാവിലെ ദിക്ർ കഴിക്കുക എന്നതാണ് ഈ നേർച്ചയുടെ രീതി. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ എല്ലാ മാസവും 11 രാവിലെ നിത്യമായി ചൊല്ലിയിരുന്ന ദിക്റുകളാണ് ഈ നേർച്ചയുടെ ഭാഗമായി മഹാന്മാരുടെ ചാരത്ത് നടക്കുന്നത്. നേർച്ച ചെയ്തവർ അവരുടെ വീട്ടിൽ തന്നെ പത്തിരിയും കറിയും ഉണ്ടാക്കി കൊണ്ടുവരണം. മക്കാമിൽ അതുണ്ടാക്കി തരേണ്ട സൗകര്യങ്ങളൊന്നുമില്ല. നല്ലൊരു നാടൻ കോഴി വാങ്ങി അതിനെ പോറ്റാൻ സൗകര്യമുള്ളവർ പോറ്റി മക്കാമിലേക്ക് വരുന്ന ദിവസം അതിനെ അറുത്ത് പാകപ്പെടുത്തി കറി ഉണ്ടാക്കി പത്തിരികൾ വീട്ടിൽ ചുട്ട് അവിടെ നിന്നും കഴിക്കാതെ നേരെ മഹാന്മാരുടെ ഹദറത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ 11 രാവിലെ ദിക്ർ കഴിച്ച് ദുആ ചെയ്ത് തബറക്കിനുള്ള വറക്കത്തിനുള്ള ചീർണിയും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്നതാണ് അവിടുത്തെ രീതി. ഇങ്ങനെ നേർച്ച ചെയ്ത് ചീർണി കൊണ്ടുപോകുന്നവർക്ക് ഏത് ദിവസം വേണമെങ്കിൽ പോകാം. അത് പോകുന്നവരുടെ സൗകര്യമാണ്. പോയ സമയത്ത് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മജ്‌ലിസ് ഉണ്ടാകും. 24 മണിക്കൂറും പോകാം, ഏത് ദിവസവും പോകാം. ഇന്നാലിന്ന ദിവസം എന്ന പ്രത്യേകതയില്ല. മാസത്തിലൊരിക്കൽ ദിക്ർ ഹൽക്ക നടക്കുന്നുണ്ടെങ്കിലും ഈ നേർച്ച സമർപ്പിക്കാൻ ഏത് ദിവസവും പോകാം എന്നതാണ് വസ്തുത. നാടൻ കോഴിക്കറിയും പത്തിരും ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അല്ലാതെ ജീവനുള്ള കോഴി എത്തിക്കുക എന്നൊരു നേർച്ചയും അവിടെ നടക്കാറുണ്ട്. എല്ലാ ഉദ്ദേശത്തിനും ഇതും പറ്റും എന്നതാണ് മറ്റൊരു കാര്യം. മക്കാമിൻ്റെ പരിസരത്തുള്ള മിക്ക ജമാഅത്തുകാരും അവരുടെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ഈ മഹാന്മാരുടെ ഹദറത്തിലേക്ക് ദിക്ർ കഴിച്ച് തുടങ്ങലാണ് അവിടുത്തെ പതിവ്. പെട്ടെന്നായി എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടണമെന്നൊരു ആവശ്യം വരുമ്പോൾ ആ മഹാന്മാരുടെ ഹദറത്തിലേക്ക് 101 ഫാത്തിഹ നേർച്ച ചെയ്ത് അത് ഓതി കഴിയുമ്പോഴേക്ക് പ്രശ്നങ്ങൾ
പരിഹരിച്ച് കിട്ടിയ ഒരുപാട് ആൾക്കാരുടെ അനുഭവം ഇതിലേറെ സ്വന്തമായി ഞാനും അനുഭവിച്ച കാര്യമാണിത്. ഈ മഹാന്മാരുടെ ഹളറത്തിലേക്ക് പോയി സിയാറത്ത് ചെയ്തവർ അവരോടുള്ള ബന്ധം നിലനിർത്തുക. പോവാത്തവർ ആ മഹാന്മാരുടെ ഹളറത്തിലേക്ക് പോയി സിയാറത്ത് ചെയ്ത് ധന്യമാവുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പിളടക്ക മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദീനും ദുനിയാവും ആഖിറും അള്ളാഹു സലാമത്താകട്ടെ. എല്ലാവിധ രോഗങ്ങൾ, എല്ലാവിധ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമ്മേവരെയും കാത്ത് സലാമത്താക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ കുടുംബക്കാരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.